എന്തുകൊണ്ടാണ് മാമുക്കോയെ ഒരാൾ കാമുകനാകാത്തത്? നിർഭയമായി മതത്തെ വിമർശിച്ച ഒരാളായിരുന്നു മാമുക്കോയ. മാമുക്കോയെ പോലെ ഒരാളെ നമുക്കിനി മലയാള സിനിമയിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ മാമുക്കോയ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ മാമുക്കോയെ കണ്ടെത്തിയോ? മാമുക്കോയോട് ഒരു ദിവസം ഞാൻ ചോദിക്കുന്നുണ്ട്, പിന്നെ ഈ മാമുക്കോയെ എന്തുകൊണ്ട്, സ്വയം മാമുക്കോയെ പറയുന്നുണ്ട്, എന്തുകൊണ്ട് മാമുക്കോയെ കാമുകനായി മലയാള സിനിമ ചിത്രീകരിച്ചിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കൽ ഞാൻ ചോദിക്കുന്നുണ്ട്, പിന്നെ മാമുക്കോയുടെ അഭിനയത്തിൽ അല്ലെങ്കിൽ മാമുക്കോയെ മറ്റുള്ളവർ പ്ലേസ് ചെയ്യുന്നതിൽ കഥാപാത്രങ്ങൾ ഇന്ന കാര്യങ്ങൾ എന്നുള്ള നേരത്തെ മാമുക്കോയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു കോമഡി കഥാപാത്രം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നതിൽ അസ്വസ്ഥനാവാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കുഞ്ഞാണ്ടി അങ്ങനെ ആരോ പറഞ്ഞൊരു മറുപടി പറഞ്ഞതായിട്ടാണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ. ചില ഇനം മരങ്ങളുണ്ട്, അതിൽ ചില ഇനം കൊത്തുപണികളെ ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ചില കാര്യങ്ങളിൽ മാമുക്കോയയിലെ ഉജ്ജ്വലനായ ഒരു അഭിനേതാവിന് മാമുക്കോയ അവസാന കാലത്ത് അഭിനയിച്ച കുറേ സിനിമകളുണ്ട്. അതിൽ കുരുതി എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. പിന്നെ കുറേ കാലം മുമ്പാണെങ്കിലും കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം എന്നുള്ള സിനിമയിലെ കഥാപാത്രം, സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിലെ ചില വേഷങ്ങൾ, ഇങ്ങനെ മാമുക്കോയെ വ്യത്യസ്തമായ രീതിയിൽ അടയാളപ്പെടുത്തുന്ന കുറച്ച് സിനിമകളേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാത്തതെല്ലാം മാമുക്കോയായിട്ട് തന്നെ വന്നു പോകുന്ന സിനിമകളാണ്. അപ്പോൾ മാമുക്കോയെ ഇനിയും കണ്ടെടുക്കാത്ത ഒരു ഭൂഖണ്ഡമാണ് മാമുക്കോയ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മാമുക്കോയ ഇനിയും നമ്മൾ പറയാറുണ്ടല്ലോ, ചില മനുഷ്യരെ അവർ മരിക്കുന്നത് വരെ നമ്മൾ കണ്ടെത്തില്ല. മരിച്ചു കഴിഞ്ഞാലാണ് അവർക്ക് പകരം വെക്കാൻ വേറൊരാളില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. മാമുക്കോയെ പോലെ ഒരാളെ നമുക്കിനി മലയാള സിനിമയിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ മാമുക്കോയ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ മാമുക്കോയെ കണ്ടെത്തിയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാമുക്കോയ മരിച്ചപ്പോൾ മാമുക്കോയെ നമുക്കിങ്ങനെയൊക്കെ ഉപയോഗിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. മാമുക്കോയ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ മാമുക്കോയയ്ക്ക് എത്ര വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ ചില മനുഷ്യരെ നമ്മളൊരു ഫ്രെയിമിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവരെക്കുറിച്ചിട്ടുള്ള കഥകൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ആ മനുഷ്യരെ ആ കഥകളിലൂടെയാണ് കൊണ്ടുപോകുന്നത്. മറിച്ച് അവർക്ക് മറ്റൊരു കഥ സാധ്യമാണെന്നും അവരെ വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു ജീവിതം ചിന്തിക്കുന്നത് പോലെ തന്നെ മറ്റൊരു താരത്തെയും ചിന്തിക്കാം. അല്ലെങ്കിൽ അവരെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ കനമുള്ള കഥാപാത്രങ്ങൾ, ഇപ്പോൾ കുരുതിയിലുള്ളത് പോലെയുള്ള ഒരു വില്ലൻ കഥാപാത്രം, കൊച്ചിൻ ഹനീഫയെ പോലെയുള്ള ഒരു കാലത്ത് വില്ലനായി നടന്നയാൾ എത്ര മനോഹരമായി നമ്മളൊരു ഹാസ്യ കഥാപാത്രമാക്കിയിട്ട് മലയാള സിനിമ മാറ്റിയിട്ടുണ്ട്. പക്ഷേ മാമുക്കോയയിൽ അങ്ങനെയൊരു മാറ്റം വന്നിട്ടില്ല. കൊച്ചിൻ ഹനീഫയെ നമ്മളിന്ന് ഓർമ്മിക്കുന്നത് അദ്ദേഹം ചെയ്ത ചിരിപ്പടങ്ങളുടെ പേരിലാണ്. എന്നാൽ മാമുക്കോയ എന്ന് പറയുന്ന ഹാസ്യ താരത്തെ നാം ഇന്ന് ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പെരുമഴക്കാലത്തിലെയും കുരുതിയിലെയും അഭിനയത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ശരിക്കുള്ളൊരു ചോദ്യം, മാമുക്കോയ ഹാസ്യ നടനായിരുന്നോ? ഈ ഒരു ചോദ്യത്തിൻ്റെ മുന്നിലാണ് മാമുക്കോയ നമ്മെ നോക്കി ചിരിക്കുന്നത്. മാമുക്കോയ ഇപ്പം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ആരായിരുന്നു മാമുക്കോയ? അദ്ദേഹം ഒരു ഹാസ്യ നടൻ മാത്രമായിരുന്നോ? ഒരു ദിവസം മാമുക്കോയയും ഇന്നസെൻ്റ്, സിനിമാടൻ ഇന്നസെൻ്റും ഉള്ള ഒരു ഹോട്ടൽ മുറിയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. ഇവരുടെ വർത്താനം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇന്നസെൻറ്റിൻ്റെ ആ ഒരു തൃശ്ശൂർ ശൈലിയിൽ സംസാരിക്കുന്നു. മാമുക്കോയുടെ ഒരു കോഴിക്കോടൻ ശൈലിയിൽ സംസാരിക്കുന്നു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, പക്ഷേ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. പഴയ തൃശ്ശൂരിൻ്റെ ജീവിതം ഇന്നസെൻ്റ് പറയുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലെ കുറേ കാര്യങ്ങൾ ഇന്നസെൻ്റ് പറയുന്നു. അദ്ദേഹം തീപ്പെട്ടി കമ്പനി നടത്തിയിരുന്നു. അദ്ദേഹം പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നു. അതുപോലെ മാമുക്കോയുടെ ലൈഫിലുള്ള കുറേ കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് മാമുക്കോയ ഇന്നസെൻറ്റിനോട് ചോദിക്കുന്നത്, മാമുക്കോയുടെ ആ ഒരു ശൈലിയിലാണ് ചോദിക്കുന്നത്, ഈ ഒരു ഇന്നസെൻ്റ്, നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണ്? അപ്പോൾ ഇന്നസെൻ്റ് പറയുന്നത്, സ്കൂളിൽ പോയിട്ടില്ല, അതന്നെ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട അറിവ് കിട്ടിയിരുന്നെങ്കിൽ നമ്മളിവിടെ
എത്തില്ലായിരുന്നു. നമുക്ക് കിട്ടിയ അറിവുകളെല്ലാം തന്നെ പുറത്തു നിന്ന്, നാട്ടുകാരുടെ ഇടയിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, മറ്റ് മാമുക്കോയ പറയുന്നുണ്ട്, തൊഴിലാളികൾ, ഈ കല്ലായിലെ തൊഴിലാളികൾ എന്നെ പഠിപ്പിച്ചത്രയും ഒരു അനുഭവം ഒരു പാഠപുസ്തകത്തിൽ നിന്നും എനിക്കിനി സ്കൂളിൽ പോയാൽ തന്നെയും കിട്ടുമായിരുന്നില്ല എന്ന് മാമുക്കോയ പറയുന്നുണ്ട്. അത്യാവശ്യം സ്കൂളിലൊക്കെ പോയ ആളാണ് മാമുക്കോയ, ഇന്നസെൻറ്റും അതെ. പക്ഷേ ഇവരെപ്പോഴും ജീവിതത്തിൽ നിന്നെടുത്ത് നാട്ടുകാരിൽ നിന്നാണ് ഇവരെല്ലാം സ്വാംശീകരിച്ചത്. ഇവർ കടന്നുപോയ വഴികളിൽ നിന്നൊക്കെ ഇവർ സ്വാംശീകരിച്ചു. ഇന്നസെൻ്റ് പറയുന്നുണ്ട്, മാമുക്കോയെ ഒരു സൂപ്പർ താരം വരുന്നത് പോലെ പിന്നിൽ നിന്ന് കുട പിടിച്ച് ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് ഒന്നിച്ചിങ്ങനെ നടക്കുക, അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം മാമുക്കോയ പറഞ്ഞു, ഇല്ല, ചില സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ആരെങ്കിലും വെയിൽ കൊള്ളാതിരിക്കാൻ കുട പിടിച്ച അപൂർവം അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരിക്കൽ പോലും കുട പിടിച്ച് നടക്കുന്ന ഒരു മാമുക്കോയ, പിന്നിൽ നിന്ന് കുട പിടിച്ച് ഒരു സൂപ്പർ താരങ്ങളെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് പോലെ എഴുന്നള്ളിക്കുന്ന ഒരു താരമായിട്ട് ഒരിക്കലും ലൊക്കേഷനിൽ മാമുക്കോയ ഉണ്ടായിരുന്നില്ല. ഇന്നസെൻ്റ് മാമുക്കോയ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പം വളരെ രസമുള്ളൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. തൃശ്ശൂരിലുള്ള ഭാഷ കോഴിക്കോടുള്ള ഭാഷയെ കല്യാണം കഴിച്ചാൽ അതിലുണ്ടാകുന്ന കുട്ടി ഏത് ഭാഷയായിരിക്കും സംസാരിക്കുക? വ്യക്തികൾ എന്നുള്ള നിലയിലല്ല കാണുന്നത്. നമ്മളെപ്പോഴും ചിന്തിക്കുക കോഴിക്കോട്ടുകാരൻ തൃശ്ശൂരുകാരനെ കല്യാണം കഴിച്ചാൽ, അങ്ങനെയല്ല. കോഴിക്കോടൻ ഭാഷ തൃശ്ശൂർ ഭാഷയെ കല്യാണം കഴിച്ചാൽ അതിലുണ്ടാകുന്ന കുട്ടി ഏത് ഭാഷയായിരിക്കും സംസാരിക്കുക? അപ്പോൾ നമുക്ക് പറഞ്ഞു, ഉറപ്പ് കോഴിക്കോടൻ ഭാഷ. അപ്പോൾ ഇന്നസെൻ്റ് പറഞ്ഞു, ഇല്ല, അവർ തൃശ്ശൂർ ഭാഷ മാത്രമേ സംസാരിക്കുള്ളൂ, തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഭാഷ. ഇവരിങ്ങനെ തമാശയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, അവർ തൃശ്ശൂർ, ആ കുട്ടി തൃശ്ശൂർ ഭാഷ സംസാരിക്കാനാണ് സാധ്യത. അപ്പോൾ പറഞ്ഞു, അതെങ്ങനെ സംസാരിക്കും ഇന്നസെൻ്റ്? MT വാസുദേവൻ നായർ കോഴിക്കോടല്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോടല്ലേ, SK പൊറ്റക്കാട് കോഴിക്കോടല്ലേ, അപ്പം ഇവരെല്ലാം സംസാരിക്കുന്ന ഭാഷയാണ് മലയാളത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞ് അങ്ങനെ ഈ ഭാഷയെക്കുറിച്ചിട്ടുള്ള അവരുടെ ഒരു സംസാരത്തിൻ്റെ രസം ഞാൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. മാമുക്കോയ ശരിയായ അർത്ഥത്തിൽ ഒരു മതേതര മലയാളി എങ്ങനെയായിരിക്കണം, അയാൾ എന്തായിരിക്കണം, അയാൾ സമുദായത്തിലെടുക്കേണ്ട നിലപാട്, അയാൾ എന്തായിരിക്കണം അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിലെടുക്കേണ്ട നിലപാട്, എന്തായിരിക്കണം അയാൾ കുടുംബത്തിലെടുക്കേണ്ട നിലപാട്, ഇത് കൃത്യമായി മലയാളികളെ പഠിപ്പിച്ച ഒരാളാണ് മാമുക്കോയ. ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ അദ്ദേഹം എവിടെയും സ്തംഭിച്ച് നിൽക്കുന്നില്ല, അപകർഷതാബോധത്തോടെ മാറി നിൽക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വേഷം കൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു നാടൻ മനുഷ്യനാണ്, എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടണേ എന്നുള്ള നിലയിൽ നിശബ്ദനായിരിക്കുന്നില്ല. അദ്ദേഹം ശബ്ദിക്കേണ്ട ഇടങ്ങളിലെല്ലാം ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും അദ്ദേഹം പിറകിൽ നിൽക്കുന്നില്ല. അപ്പോൾ എവിടെയൊക്കെയാണോ ഒരു മലയാളി മുസ്ലിം അവരുടെ ഒരു ആത്മാഭിമാനത്തോടെ ഉയർന്ന് നിന്ന് ഹാജർ പറയേണ്ടത്, അത്തരം ഹാജർ പറയേണ്ട സന്ദർഭങ്ങളിലെല്ലാം ഞാനിവിടെയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരാളാണ് മാമുക്കോയ. ഒരു സെക്യുലർ ധാരയോട് അല്ലെങ്കിൽ മലയാളി മൈത്രിയോട് ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട്, അതുകൊണ്ടാണ് മാമുക്കോയ ഒരു 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 ഏത് വീട്ടിലും അവരുടെ ഒരു ഇക്കയായിട്ട് തോന്നുന്നത്. എല്ലാവരെയും അവരവരുടെ വീട്ടിൽ ഒരു ഇക്കയായിട്ട് ചിലപ്പോൾ തോന്നണമെന്നില്ല. പക്ഷേ മാമുക്കോയെ സംബന്ധിച്ചിടത്തോളം, മാമുക്കോയ മരിച്ച സമയത്ത് ഓരോ വീട്ടിലും അയാളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഒരു ഇക്ക നഷ്ടപ്പെട്ടതുപോലെ, ഒരു നടൻ നഷ്ടപ്പെടുന്നതിന് അപ്പുറം അങ്ങനെ ഒരു 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 ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ കുറേ വീടുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളിയിൽ പോകുന്ന ആളായിരുന്നു മാമുക്കോയ. എല്ലാ പെരുന്നാൾ നിസ്കാരങ്ങളിലും പള്ളിയിൽ പോകുന്ന ആളായിരുന്നു മാമുക്കോയ. പക്ഷേ മാമുക്കോയ പെരുന്നാൾ നിസ്കാരത്തിന് എന്നുള്ളൊരു വാർത്ത നമ്മൾ അധികം കണ്ടിട്ടില്ല. മാമുക്കോയയുടെ നിസ്കരിക്കുന്ന പടങ്ങളോ അല്ലെങ്കിൽ മാമുക്കോയ പള്ളിയിൽ പോകുന്ന ഭാഗങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ പോകുന്ന, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒരു വിശ്വാസ ജീവിതം നയിച്ച ഒരാളായിരുന്നു മാമുക്കോയ. മാമുക്കോയ പൗരോഹിത്യത്തെ ഏറ്റവും ശക്തമായി എതിർത്ത ഒരു ആളാണ്.
സിനിമാ നടൻ എന്നുള്ള നിലയിൽ ഇത്രയും സമുദായത്തെ വിമർശിക്കാനുള്ള ഒരു ആന്തരികമായ ഊർജ്ജം അദ്ദേഹം കോഴിക്കോടുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും മിക്കവാറും ഉദാഹരിക്കുന്ന ഒരു സംഭവം ഈ ഫോട്ടോ എടുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കാലത്ത് ചിത്രം വരക്കാൻ പാടില്ല, സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് നിരന്തരമായി മുസ്ലിം പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ മാമുക്കോയ ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നത് ഹലാലായത്? ഹറാമായ ഫോട്ടോ എടുപ്പ് ഹലാലായത് ഹജ്ജിന് പോകുമ്പോൾ പാസ്പോർട്ടിൽ വെക്കാൻ ഫോട്ടോ വേണം. അപ്പോൾ ഹറാം ഹലാലായി മാറി. ഇങ്ങനെ കൃത്യമായിട്ട് മതത്തിലെ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളെ തുറന്നെതിർക്കാൻ ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരിക്കലും പേടിയുണ്ടായിട്ടില്ല. അത് തൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുമോ അല്ലെങ്കിൽ തൻ്റെ സ്വീകാര്യതയെ ബാധിക്കുമോ എന്നുള്ള നിലയിലൊന്നും ഒരു തരത്തിലുള്ള പേടിയും അദ്ദേഹം മുന്നിൽ വെച്ചിരുന്നില്ല. ഇതുപോലെ തന്നെയാണ് നാടകവുമായി ബന്ധപ്പെട്ടിട്ട്, ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഒടുവിൽ പൗരോഹിത്യത്തെ കഠിനമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും പൗരത്വ പ്രശ്നത്തിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ, വേദിയിൽ വന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം, ഇതെല്ലാം തന്നെ പൗരത്വം എന്താണ്, പൗരോഹിത്യം എന്താണ്, ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു മലയാളി മാമുക്കോയാണ്. എന്താണ് പൗരോഹിത്യം, എന്താണ് സമുദായം, എന്താണ് ഒരു സെക്യുലർ മനുഷ്യൻ്റെ പൗരത്വം, ഇത് രണ്ടും കൃത്യമായി മനസ്സിലാക്കിയ ഒരു മലയാളി മാമുക്കോയാണ്, അല്ലെങ്കിൽ ഒരു മലയാളി മുസ്ലിം എന്ന് പറയുന്നത് മാമുക്കോയാണ്. ഇതിനെ കൃത്യമായിട്ട് അടയാളപ്പെടുത്താനും മാമുക്കോയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പൗരോഹിത്യം നമ്മുടെ മുന്നിൽ വെക്കുന്ന പ്രശ്നങ്ങളെ, അതിൻ്റെ സങ്കീർണതകളെ, അതിൻ്റെ സ്ത്രീവിരുദ്ധതയെ, അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ കുടുസാക്കി മാറ്റുന്നു, സങ്കീർണമാക്കി മാറ്റുന്നു എന്ന് കൃത്യമായിട്ട് മാമുക്കോയ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താനും അതിൻ്റെ മുന്നിൽ ഒരു പ്രതിരോധ ഭടനായി നിലനിൽക്കാനും താരപരിവേഷം നിലനിൽക്കുമ്പോൾ തന്നെ മാമുക്കോയ മുന്നിൽ നിന്നിട്ടുണ്ട്. മാമുക്കോയുടെ ഒരു ജീവിതത്തിൽ മാമുക്കോയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നൊരു കാലമുണ്ടായിരുന്നു. കുറച്ച് കാലം അദ്ദേഹം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന കാലമുണ്ടായിരുന്നു, കുരുതിയിലൊക്കെ അഭിനയിക്കുന്ന ഒരു സമയം. ഒരു ദിവസം ഞാൻ മാമുക്കോയുടെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഒരു വളരെ കനമുള്ള ശബ്ദത്തിൽ എന്താണ് പറയൂ എന്നുള്ള നിലയിൽ സംസാരിക്കുന്നു. എനിക്ക് തോന്നി ആൾ മാറിപ്പോയോ, മാമുക്കോയുടെ ഫോൺ നമ്പർ മാറിപ്പോയോ. തിരിച്ച് അദ്ദേഹം വിളിച്ചിട്ട് പറയുന്നു, താഹേ ഞാൻ തന്നെയാണ് മാമുക്കോയ, എൻ്റെ ശബ്ദം മാറി, എനിക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ആ രോഗത്തെ കൃത്യമായ ആത്മവിശ്വാസത്തോടു കൂടി അഭിമുഖീകരിക്കുകയാണ്. നമ്മളാണെങ്കിൽ പേടിച്ച് വല്ലാണ്ട് തകർന്നു പോകുന്ന നിമിഷത്തിലും അദ്ദേഹം എന്നിട്ട് ഞാൻ മാമുക്കോയെ സമാധാനിപ്പിക്കുകയാണ്, ഇതൊക്കെ ശരിയാവും, ഇതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാവും. അപ്പോൾ അദ്ദേഹം പറയുന്നു, എനിക്കറിയാം അത് ശരിയാകും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മളോട് പറയാണ്, നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ വിളിക്കാം, ഞാൻ വീട്ടിലേക്ക് വരാം, ഒരു ദിവസം വീട്ടിലേക്ക് വരാം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദം തിരിച്ചു കിട്ടുകയുണ്ടായി. അദ്ദേഹം പിന്നീട് കുറച്ച് സിനിമകളിൽ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ആ രീതിയിൽ നമ്മെ പ്രചോദിപ്പിക്കുന്ന, സാന്നിധ്യം കൊണ്ട് പ്രചോദിപ്പിക്കുന്ന, വ്യക്തിപരമായ സംഭാഷണങ്ങളിലൂടെ പ്രചോദിപ്പിക്കുന്ന, തമാശകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധികമൊന്നും തമാശ പറയാത്തൊരു മാമുക്കോയ. സിനിമകളിൽ മാത്രമാണ് അദ്ദേഹം ഒരു കോമഡി ആയിട്ട് നിന്നത്. അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കോമഡി ആയിരുന്നില്ല, ഒരു കോമഡി നടനേ ആയിരുന്നില്ല അദ്ദേഹം ജീവിതത്തിൽ അങ്ങനെ വലിയ കോമഡി പറയുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ഞാനൊരു ഹാസ്യ നടനാണ്, അതുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്നവരെല്ലാം തമാശ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ള നിലയിൽ തമാശ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെ അദ്ദേഹം ഒരിക്കലും ആ രീതിയിൽ തമാശ കൊണ്ട് ഇങ്ങനെ ചിരിപ്പിക്കാനൊന്നും ശ്രമിക്കാറില്ല. അദ്ദേഹം വളരെ ഗൗരവമുള്ള, തമാശ ഗൗരവമുള്ള ഒരു കാര്യമല്ല എന്നോ അല്ലെങ്കിൽ അത് ആ രീതിയിലല്ല ഞാൻ കാണുന്നത്. മറിച്ച് ജീവിതത്തെ അങ്ങേയറ്റം കലർപ്പില്ലാതെ സത്യസന്ധമായി അഭിമുഖീകരിച്ച ഒരു മനുഷ്യനായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഏതോ ഒരു അഭിമുഖത്തിൽ ആ സമയത്ത് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെക്കുറിച്ചിട്ടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം.
ആ സമയത്ത്. അദ്ദേഹം വ്യക്തിപരമായിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പലപ്പോഴും തുറന്നു പറയുമ്പോഴും ഈ വ്യക്തിപരമായി നടത്തുന്ന മദ്യപാനങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയാതിരിക്കാനാണ് പലരും ശ്രദ്ധിക്കുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തെക്കുറിച്ചിട്ടൊക്കെ ഏതോ അഭിമുഖത്തിൽ പറഞ്ഞതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ കാലം അഭിമുഖീകരിച്ച ഒരു വലിയ പ്രശ്നം, നമ്മളെല്ലാവരും സ്തംഭിച്ചു നിന്നൊരു കാലമായിരുന്നു കോവിഡ്, ഒരു കൊറോണ ഇറ. കോവിഡിൻ്റെ കാലത്ത് നമ്മെ മറികടക്കാൻ സഹായിച്ച ഒരു മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരങ്ങളിലൊന്ന് മാമുക്കോയ എന്നുള്ളതാണ്. അന്ന് വീട്ടിൽ അടച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ എൻഗേജ് ആക്കിയ, അല്ലെങ്കിൽ ആ നിമിഷങ്ങളെ അടച്ചിരിപ്പിനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയൊരു താരം മാമുക്കോയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തഗ്ഗുകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് കോവിഡ് കാലത്താണ്. നമ്മൾ സ്തംഭിച്ച് നിൽക്കുന്ന ആ കാലത്ത് മറ്റൊരു താരത്തിൻ്റെയും തമാശകൾ നമ്മളെ തേടി വന്നിട്ടില്ല. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വീട്ടിലിരിക്കുന്നു, നമ്മൾ ഉറങ്ങുന്നു, വീണ്ടും ഉണർന്ന് വീണ്ടും ഉറങ്ങുന്നു. ഇങ്ങനെ നമ്മുടെ വീട്ടിനകത്തുള്ള ഒരു പൂർണ്ണമായും സ്തംഭനാവസ്ഥ. ഈ സ്തംഭനാവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് മാമുക്കോയയുടെ തഗ്ഗുകളാണ്. ഇന്ന് ഞാനത് ഓർമ്മിക്കുമ്പോൾ, പിന്നീട് ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു കാലത്ത് കോയക്കയോട് ഞാൻ പറയുന്നുണ്ട്, കോയക്ക ഈ തഗ്ഗുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കോവിഡ് ഒരു തരത്തിൽ നമ്മൾ ചിരിച്ച് കഴിഞ്ഞുകൂടിയത് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മാമുക്കോയ പറഞ്ഞ്, സത്യത്തിൽ ഞാനും കുറേ ചിരിച്ചത് ആ ദിവസങ്ങളിലാണ്, എന്നെ നോക്കി ഞാൻ കുറേ ചിരിച്ചത് കോവിഡ് കാലത്താണെന്ന് മാമുക്കോയ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ആരും ആ സമയത്ത് സിനിമയില്ല, ഷൂട്ടിങ്ങില്ല, കച്ചവടമില്ല, ഒന്നുമില്ല. ജീവിതത്തിലുള്ള എല്ലാ സംഭവങ്ങളും നിശ്ചലമായി നിൽക്കുന്ന ഒരു സമയത്ത് ആണ് മാമുക്കോയെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ തഗ്ഗുകൾ നമ്മൾ മാത്രമല്ല, മാമുക്കോയെയും കാണുകയും അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ വിരസമായ ആ പകലുകളെ അദ്ദേഹം മറികടന്നത് തന്നെക്കുറിച്ചുള്ള തഗ്ഗുകൾ കണ്ടിട്ടാണ്. ഈ സിനിമയിൽ സ്വാഭാവികമായിട്ടുള്ള ഈ അഭിനയത്തിൻ്റെ നിമിഷങ്ങളിൽ താരങ്ങൾ ഇടുന്ന സംഭാവനകളുണ്ട്. കുഞ്ഞു കുഞ്ഞു സംഭാവനകളിലൂടെയാണ് ഓരോ സിനിമയും മുന്നോട്ട് പോകുക. സിനിമാ താരങ്ങൾക്ക് അത്തരം വലിയൊരു സ്വാതന്ത്ര്യം കിട്ടില്ലെങ്കിലും മാമുക്കോയ അത്തരം ചില സ്വാതന്ത്ര്യങ്ങൾ എടുത്തിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ പലപ്പോഴായിട്ട് ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ അല്ലെങ്കിൽ മറ്റ് പല സിനിമകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗുകൾ, അതെല്ലാം ചില ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ട് ഒരു കോഴിക്കോട്ടുകാരൻ എന്നുള്ള നിലയിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമകളിലൊക്കെ ഇടാറുണ്ട്. ഒരു പൊടിക്കൈ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ തൻ്റേതായ ചില സംഭാവനകൾ വരാറുണ്ട്. മാമുക്കോയെ ഒരിക്കൽ ഞാൻ കണ്ണൂർ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. വലിയൊരു സദസ്സ് മുന്നിലുണ്ട്. അതിൽ സത്യത്തിൽ അത് മാമുക്കോയ എന്താണ് എന്ന് സദസ്സിലുള്ളവർ, നമ്മൾ എഴുത്തുകാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഈ എഴുതുന്നതെല്ലാം മാമുക്കോയ പറയുന്നതാണോ സത്യമോ, അങ്ങനെ ഇത്തരം ഒരു ധൈര്യം, ഇത്തരം ഒരു ജീവിതം എങ്ങനെയാണ് മാമുക്കോയെ പോലെയുള്ള ഒരാൾ തുറന്നു പറയുന്നത് എന്നുള്ളൊരു സംഭവം. ഇദ്ദേഹം ഇത് ജീവിതം സ്റ്റേജിൽ വെച്ച് പറയുമ്പോൾ പർദ്ദയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പൗരോഹിത്യത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, സമുദായത്തിൽ ഉണ്ടാകേണ്ട പരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, സിനിമകളിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അഭിനയിക്കേണ്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഒരു വ്യാജ പ്രതിച്ഛായയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുലീനമായ ഒരു പ്രതിച്ഛായയ്ക്ക് വേണ്ടിയിട്ട് വ്യാജം പറയുക, കള്ളം പറയുക എന്നുള്ളൊരു ശീലം, അല്ലെങ്കിൽ ഒരു ആത്മവഞ്ചനയുടേതായ രീതിയിൽ ഉള്ളിലൊന്ന് വെക്കുക, പുറത്തൊന്ന് മറ്റൊന്ന് പറയുക എന്നുള്ള രീതി എനിക്കറിയാവുന്ന മാമുക്കോയയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഈ പലപ്പോഴും നാടോടിക്കാറ്റിലെ ഒരു സീനാണല്ലോ മാമുക്കോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക, അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, അത് പറഞ്ഞാൽ മതി. നിങ്ങൾ അറബി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് പറഞ്ഞാൽ മതി. ഈ സലാം അടക്കുക, വലൈക്കും അസ്സലാം, അതന്നെയാണ് എന്നുള്ള നിലയിൽ മാമുക്കോയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പരിപാടിക്ക് പോയപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു മുസ്ലിം സ്ത്രീ അസ്സലാമു അലൈക്കും എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു. സാധാരണ വീട്ടിൽ കയറുന്നവരാണ് അസ്സലാമു അലൈക്കും പറയേണ്ടത്. ആ സ്ത്രീ മാമുക്കോയെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും. അപ്പം മാമുക്കോയൊന്നും പറയുന്നില്ല.
ഈ സ്ത്രീ ഇങ്ങനെ വീണ്ടും പറയും വലൈക്കും അസ്സലാം എന്ന് മാമുക്കോയ കുറച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നത്. എന്നിട്ട് ഈ സ്ത്രീ പറയാണ്, ഞാൻ നിങ്ങളുടെ വലൈക്കും അസ്സലാം കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ സലാം ചൊല്ലിയത്, നാടോടിക്കാറ്റില്ല വലൈക്കും അസ്സലാമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കുറേ തമാശകളുണ്ട്. പിന്നെ മാമുക്കോയ വിട പറഞ്ഞ് അല്ലെങ്കിൽ മാമുക്കോയ വേർപെട്ട നിമിഷത്തിൽ ഞാൻ കോഴിക്കോട് പോയ സമയത്ത് ഒരു ചെറുപ്പക്കാരനെ അവിടെ വെച്ച് കണ്ടു. സാധാരണ നിലയിൽ നമ്മളവിടെ താരങ്ങൾ വന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു വിവാദം നിലനിൽക്കുന്ന സമയത്താണ്. അപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളാരാണ് മാമുക്കോയുടെ? കുറേ ആളുകളുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് ഒരാളോട് പോയി ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വളരെ ദുഃഖിതനായി നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ ചെറുപ്പക്കാരനോട് പോയി ചോദിച്ചത്. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്ന ആളാണ്, കുറേ കാലമായിട്ട് സിനിമകളുടെ. ഇപ്പം ഞാൻ ആ ജോലി ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ പോസ്റ്റർ ഒട്ടിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസ്റ്റർ ഒട്ടിക്കുന്ന മനുഷ്യൻ അവിടെ കുറേ നേരം നിന്നിട്ട് അദ്ദേഹം തൻ്റെ മുന്നിലൂടെ കടന്നുപോയ കുറേ കഥാപാത്രങ്ങളെ ഓർമ്മിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ മാമുക്കോയ മരിച്ച സമയത്ത് അവിടെ സൂപ്പർ താരങ്ങൾ വന്നോ അല്ലെങ്കിൽ സംവിധായകർ വന്നോ, എന്തുകൊണ്ട് കോട്ടയത്ത് നിന്ന് വന്നില്ല, എറണാകുളത്ത് നിന്ന് വന്നില്ല എന്നുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കുറേ സാധാരണ മനുഷ്യരുണ്ടായിരുന്നു. ഈ സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ ഉള്ളൊരു മാമുക്കോയുണ്ട്. മാമുക്കോയയുടെ അസാന്നിധ്യത്തിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മുടെ ഉള്ളിലെല്ലാം ഒരു മാമുക്കോയുണ്ട്. മാമുക്കോയുടെ അതേ രൂപത്തിൽ തന്നെ ആവണമെന്നില്ല, മറിച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന, ഇങ്ങനെ കയ്യും വീശി നടക്കാൻ ആഗ്രഹിക്കുന്ന, എവിടെയും പോയി സ്വാഭാവികമായ രീതിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന എല്ലാത്തരം പൗരോഹിത്യത്തിനെതിരെയും, അത് ഇസ്ലാമിക പൗരോഹിത്യം അല്ല, മറ്റു പൗരോഹിത്യം എന്നല്ല, എല്ലാ പൗരോഹിത്യത്തിനെതിരെയും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാമുക്കോയ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. മാമുക്കോയാവട്ടെ അത് തുറന്നു പറഞ്ഞു. നമ്മുടെ ഉള്ളിലുള്ള മാമുക്കോയ പലപ്പോൾ സമുദായം എന്ത് വിചാരിക്കും, പള്ളിയിൽ ഉസ്താദ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ വീട്ടിലെ വാപ്പ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയാൻ മടിക്കുന്നു. പക്ഷെ മാമുക്കോയ അല്ലെങ്കിൽ കോഴിക്കോടുള്ള ഒരു കാലത്തെ കലാകാരന്മാർ ആരും തന്നെ സമുദായം എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും, അവർ നമ്മൾ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള നിലയിൽ അഭിപ്രായം പറയാതെ പോയിട്ടില്ല. അഭിപ്രായം പറഞ്ഞ് തന്നെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന വളരെ രസകരമായ ഈ ഒരു കാലമുണ്ടായത്. സ്വന്തം നിലയിൽ വിമർശിക്കേണ്ടതിനെല്ലാം വിമർശിച്ചുകൊണ്ട് അവർ നടന്നു പോയ വഴികളിലൂടെയാണ് കുറേ കൂടി നല്ല രീതിയിൽ സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അവർ സംസാരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കാലത്തിന് ഇത്രയും രസകരമായൊരു സ്വാതന്ത്ര്യം കിട്ടില്ല. നമ്മൾ പറയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47-ലാണ്. വാസ്തവത്തിൽ 47-ൽ നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ പിന്നീട് കുറേ കലാകാരന്മാർ, കുറേ മനുഷ്യർ സംസാരിച്ച് ഉണ്ടാക്കി വാങ്ങിത്തന്നതാണ് നമ്മൾ ഇന്ന് ഈ സംസാരിക്കുന്ന കേരളം. കല്ലായി കടവത്ത് കപ്പക്കാരൻ കുഞ്ഞിപ്പോക്കര് എല്ലായി പോയതറിഞ്ഞില്ലേ, കാമിനി ഒരു തീയാളോടുള്ള മോഹത്താലാണെന്ന് പൂമണിക്കൊട്ടും തിരിഞ്ഞില്ലേ.